ജിസേലും ലക്ഷ്മി ആര്യനും അക്ബറും കൂടി ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി പറയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ഇനിയും ക്ലിയർ ചെയ്യാനുണ്ട്. ആ ദോശ ഇടുന്ന ആ തവയുടെ ആ കോട്ടിങ് ഇളകി പോയിട്ടുണ്ട്. ഇങ്ങനെ കോട്ടിങ് ഇളകിപ്പോയ തവയിൽ വെച്ച് ചുട്ടെടുത്ത ഒരു ദോശ പോലും ഞാൻ എൻ്റെ മോന് കൊടുക്കാറില്ല. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ ഓക്കെ, അത് അവിടെ ഏത് തരം പാത്രത്തിലാണ് അവർ ഇത് കുക്ക് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണമല്ലോ. അപ്പം ജിസേൽ പറയുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെ, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ പോലും ഇവിടെ കിട്ടാറില്ല. അപ്പം നമ്മളുള്ളതിൽ വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതുപോലെ ചെയ്ത് ജീവിക്കണ്ടേ, അങ്ങനെ സർവൈവ് ചെയ്യണ്ടേ എന്നാണ് ജിസേൽ ചോദിക്കുന്നത്. വേണമെങ്കിൽ അത് പറഞ്ഞ് ഞാനത് മാറ്റാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അന്ന് അനീഷ് പറഞ്ഞപ്പോഴും ഇതുപോലായിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ആഹാര സാധനങ്ങൾ പോലും ഒരളവിൽ അധികമായിട്ട് ബിഗ് ബോസിൽ കിട്ടാറില്ല. അപ്പോൾ അതൊക്കെ സർവൈവ് ചെയ്തിട്ടല്ലേ അവിടെ കണ്ടസ്റ്റൻറ്റുകൾ നിൽക്കേണ്ടത്. അപ്പോൾ ലക്ഷ്മിക്ക് ഇതൊക്കെ വലിയൊരു വിഷയമാണ്. ലക്ഷ്മിയുടെ ഇതിൽ എല്ലാം 5 സ്റ്റാർ ഹോട്ടലിൻ്റെ അതേ ലെവലിലായിരിക്കണം എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഒത്തിരി കപ്സൊക്കെ സിങ്കിനകത്ത് നിറച്ച് കിടക്കുമായിരുന്നു. ഞാനാണ് രാവിലെ അത് കഴുകി വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പം നിന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അത് ഇന്നലെ അഭിലാഷ് പറയുകയുണ്ടായല്ലോ, ഓരോ സെഷനിലേക്കും ഇപ്പം നിയമിച്ചിരിക്കുന്ന ആ കണ്ടസ്റ്റൻറ്റുകൾ കറക്റ്റായിട്ട് അതാത് ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ കുറവാണെന്നുള്ളത് ഇന്നലെ ലൈവിലിരുന്ന് അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കോട്ടിങ് പോയ തവയിൽ ചുട്ടെടുത്ത ദോശകൾ ഞങ്ങൾ കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അത് വെച്ചാണ് ഞാനിവിടെ എല്ലാവരോടും ഹൗസ് മേറ്റ്സിനോട് പറഞ്ഞത് അങ്ങനെ കഴിക്കരുതെന്ന്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ലക്ഷ്മി പറയുന്നത് അതുപോലൊരു പാത്രം ഇനി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തെങ്കിലും സ്ക്രാച്ച് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ അക്ബറൊക്കെ ഇതിനോട് എതിർക്കുകയാണ്. അക്ബർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാനൊക്കുമോ, ഇവിടെ ഇപ്പോൾ ഇത് കിട്ടുന്നത് വെച്ച് നമ്മൾ യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം, ആ 100 ദിവസം തയ്ക്കണം, അതാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ സർവൈവ് ചെയ്യണം. നമ്മൾ വീട്ടിലെങ്ങനെയാണോ അതുപോലെ നമുക്ക് ഇവിടെ കിട്ടത്തില്ലല്ലോ, ആ ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അതെ, നമ്മളെല്ലാവരും വീട്ടിൽ നല്ലതുപോലല്ലേ കഴിയുന്നത്, നമ്മളിങ്ങനെയൊന്നും യൂസ് ചെയ്യത്തില്ല. ലക്ഷ്മി പറയുന്ന കണക്ക് തന്നെ ഞങ്ങളും എല്ലാം നല്ല തവയിൽ തന്നെ നമ്മളും ദോശയൊക്കെ ചുടുന്നത്. പക്ഷേ ഇവിടെ നമുക്കത് കിട്ടത്തില്ലല്ലോ, അത്യാവശ്യ സാധനങ്ങൾ പോലും ഇവിടെ നമുക്ക് തരാറില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് എന്ന് ജിസേൽ പറയുന്നുണ്ട്.